Students, welcome to LMD. നമ്മൾ ഇന്ന് പുതിയൊരു യൂണിറ്റ് തുടങ്ങുകയാണ്. അതായത് ചാപ്റ്റർ 5 സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ്, അതായത് രണ്ടാംകൃതി സമവാക്യങ്ങൾ. രണ്ടാംകൃതി സമവാക്യം എന്ന് പറയുമ്പോൾ ഡിഗ്രി 2 ആയിരിക്കും. ഡിഗ്രി 2 ആകുമ്പോൾ അതിന് രണ്ട് സൊല്യൂഷനും ഉണ്ടായിരിക്കും. ഞാനൊരു എക്സാമ്പിളിലൂടെ അവതരിപ്പിക്കാം. ലെങ്ത് ഓഫ് എ റെക്ടാംഗിൾ ഈസ് 1 more than breadth. Length of a rectangle is 1 more than breadth. Breadth-നേക്കാൾ വീതിയേക്കാൾ ഒന്ന് കൂടുതലാണ് length. Let the breadth be x. Therefore, length is equal to x plus 1. And its area. Area is given as 56. Area equals 56. What is length and what is its breadth? അപ്പോൾ നമുക്കിത് ഇക്വേഷൻ ആക്കി എഴുതാം. Length into breadth is area. Length into breadth is equal to area. X into x. X square plus 1 into x equal to 56. ഈ 56-നെ ഇപ്പുറത്തുകൊണ്ട് വരുമ്പോൾ നെഗറ്റീവ് 56 എന്ന് വരും. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 56 ഇസ് ഈക്വൽ ടു 0. ഇത്തരം ഇക്വേഷനാണ് നമ്മൾ എന്താ പറയുക, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് എന്ന് പറയുക. ഇത് സോൾവ് ചെയ്താൽ നമുക്ക് ലെങ്തും കിട്ടും ബ്രെഡ്ത്തും കിട്ടും, രണ്ട് വാല്യൂസ് കിട്ടും. ഇത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് ഇൻ വൺ വേരിയബിൾ, ഒരു വേരിയബിൾ ഇതിൻ്റെ അകത്ത് ഉള്ളൂ. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള എക്സാമ്പിളിലൂടെ നമുക്ക് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. ഇതിൻ്റെ അകത്ത് വേറൊരു എക്സാമ്പിൾ നമുക്ക് എടുക്കാം. വേറൊരു എക്സാമ്പിൾ, ടെക്സ്റ്റിലെ എക്സാമ്പിൾ തന്നെ എടുക്കാം. When a square was enlarged extending each side by 1 meter. അപ്പോൾ ഇവിടെ നമുക്കൊരു സ്ക്വയർ ഉണ്ടായിരുന്നു. സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? All sides are equal. 4 sides are of equal length. Its area is സൈഡ് ഇൻറ്റു സൈഡ്. അപ്പോൾ ഈ സ്ക്വയറിന് നമ്മൾ വലുതാക്കുന്നത് എല്ലാ വശങ്ങളും ഓരോ സെൻറ്റിമീറ്റർ വീതം കൂട്ടിയിട്ട് നമ്മൾ ഓരോ സെൻറ്റിമീറ്റർ അല്ല ഓരോ മീറ്റർ കൂട്ടിയിട്ട് ഇതിനെ വലുതാക്കുന്നു. അപ്പോൾ ഇങ്ങനെ കൂട്ടിയാൽ ശരിയാവോ? ഇല്ല. അപ്പോൾ റെക്റ്റാങ്കിൾ ആണ് അല്ലേ, സ്ക്വയർ ആക്കണമെങ്കിൽ ഇവിടെയും കൂടെ കൂട്ടണം. അപ്പോൾ എത്രയായി? ഇത് സ്ക്വയറായി. അപ്പോൾ 1 മീറ്റർ ആണ് ഈ ലെങ്ത്, 1 മീറ്റർ, ഈ ലെങ്ത് 1 മീറ്റർ, ഈ ലെങ്തിനെയാണ് നമ്മൾ 1 മീറ്റർ എന്ന്, ഇത് 1 മീറ്റർ. അതിന് മുമ്പ് എന്തായിരിക്കണം, നമ്മൾ എക്സ് എന്ന് എടുക്കുക അല്ലേ. ലെറ്റ് ദ സൈഡ് ഓഫ് സ്ക്വയർ ബി എക്സ്. അപ്പോൾ 1 മീറ്റർ കൂട്ടിയപ്പോൾ എന്തായിട്ട് മാറി? എക്സ് പ്ലസ് 1 എന്നായി അല്ലേ. എക്സ് 1, ഇതെന്താണ്? ഇങ്ങോട്ട് ഇങ്ങനെ ഡോട്ടിട്ടാണ്, ഇത് എക്സ്, ഇത് 1 ആണ്. എക്സ് പ്ലസ് 1, എക്സ് പ്ലസ് 1. അപ്പോൾ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 1, ഇതാണ് ഏരിയ എന്ന് പറയുന്നത്. പക്ഷെ ഇതിൻ്റെ അകത്ത് പെരിമീറ്റർ ആണ് പറയുന്നത്. പെരിമീറ്റർ ഈക്വൽസ് 36. പെരിമീറ്റർ മീൻസ് സം ഓഫ് 4 sides. ദാറ്റ് ഈസ് 4 into 1 side. 4 into 1 side ഈസ് പെരിമീറ്റർ. പെരിമീറ്റർ ഈക്വൽസ് 36. ഓപ്പൺ ചെയ്ത ബ്രാക്കറ്റ്. അപ്പോൾ 4 into x 4x പ്ലസ് 1 into 4 4 ഈക്വൽസ് 36. 4x ഈക്വൽസ് 36 മൈനസ് 4 ഈക്വൽസ് 32. 4x 32 ആണെങ്കിൽ എക്സ് എത്ര? എക്സ് ഇസ് ഈക്വൽ ടു 32 by 4 ഈക്വൽസ് 8. ഇപ്പോഴേ ആദ്യം എന്തായിരുന്നു? സ്ക്വയറിൻ്റെ സൈഡ് 8 ആയിരുന്നു. 8 8 എന്താണ്? ഏരിയ ആണെങ്കിൽ 8 8 64. പെരിമീറ്റർ ആണെങ്കിൽ 4 into 8, 4a ഈക്വൽ 4x ഈക്വൽ 32. അപ്പോൾ ഒരു സൈഡ് കൂട്ടിയപ്പോൾ ഇതിൻ്റെ അകത്ത് ചോദിച്ചിരിക്കുന്നത് വാട്ട് വാസ് ദ ലെങ്ത് ഓഫ് ദ സൈഡ് ദ ഒറിജിനൽ സ്ക്വയർ. ആദ്യം എത്രയായിരുന്നു നീളം? ഇപ്പോൾ ഒന്ന് കൂട്ടിയില്ലേ, 4 1 5 ആയി അല്ലേ. 5 4 ഇപ്പോൾ 5 ആയില്ലേ. ആദ്യം അല്ല 5 അല്ല 8 ആയിരുന്നു അല്ലേ. 8ൻ്റെ കൂടെ ഒന്ന് കൂട്ടിയപ്പോൾ 9 into 4 36 ആയി. ആദ്യം 32 ആയിരുന്നു. 4 സൈഡ് ഓരോന്ന് ഓരോ മീറ്റർ കൂടിയപ്പോൾ അത് 8 എന്നുള്ളത് 9 ആയി മാറി. 9 into 4 ഈസ് 36. 32 എന്നുള്ളത് 36 ആയി. മനസ്സിലായോ? ഇതുപോലുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ഈ ലെസണിൽ ചെയ്യാൻ പോകുന്നത്. എങ്കിൽ ലെസൺ പേജ് 85 ഒന്നാമത്തെ ചോദ്യം. When each side of a square was reduced by 2 meters to make a smaller square, its area became 49 square meters. What was the length of the side of the original square? നേരത്തെ നമ്മളൊരു എക്സാമ്പിൾ പ്രോബ്ലം കാണിച്ചത് അത് ഇൻക്രീസ്ഡ് ആണ്, എക്സ്റ്റെൻഡഡ് ആണ്. 1 മീറ്റർ കൂട്ടിയപ്പോൾ അതും പെരിമീറ്റർ ആണ്. ഇവിടെ പക്ഷേ ഏരിയ ആണ് തന്നിരിക്കുന്നത്. അപ്പം സ്ക്വയറിൻ്റെ വശം ഇത് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്.
സ്ക്വയറിൻ്റെ ഏരിയ നമുക്കറിയാം, സൈഡ് ഇൻറ്റു സൈഡ്. ഈ സ്ക്വയറിൻ്റെ സൈഡ് 2 മീറ്റർ കുറയ്ക്കുന്നു. അപ്പോൾ ആദ്യം നമുക്ക് എന്തായിട്ട് എടുക്കാം? എക്സ് ആയിട്ട് എടുക്കാം. ലെറ്റ് ദ സൈഡ് ഓഫ് ദ സ്ക്വയർ ബി എക്സ്. അപ്പം അത് 2 മീറ്റർ കുറയ്ക്കുകയാണെങ്കിൽ ആഫ്റ്റർ റിഡ്യൂസിങ് ദ സൈഡ് ബിക്കംസ് എക്സ് മൈനസ് 2. എക്സിൽ നിന്ന് 2 കുറയുന്നു. അപ്പോൾ ഏരിയ എന്തായി? 49 ആയി. എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 2 ഈക്വൽസ് 49. അപ്പോൾ നമുക്ക് തുടങ്ങാം. ചോദ്യം മനസ്സിലായല്ലോ? ലെറ്റ് ദ സൈഡ് ഓഫ് ദ സ്ക്വയർ ബി എക്സ്. എക്സ് മീറ്റർ ആണ്, എക്സ് മീറ്റർ. ആഫ്റ്റർ reducing 2 meter, after reducing 2 meter, the side becomes the length of the side. Becomes എത്രയായി തീരുന്നു? എക്സ് മൈനസ് 2 meter. എക്സ് മൈനസ് 2 meters. Now area, what is given? Area is given as 49 square meters. Area equals 49. Area equals 49 meter square. ഇതാണ് തന്നിരിക്കുന്നത്. നമുക്ക് ബാക്കി ചെയ്യാം. സൈഡ് ഇൻറ്റു സൈഡ് ഈസ് ഏരിയ. അപ്പോൾ എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 2 ഈക്വൽസ് ഏരിയ എത്ര? 49. എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ ഈക്വൽസ് 49. എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ 49 ആണെങ്കിൽ എക്സ് മൈനസ് 2 കാണാൻ എന്താ എഴുതിയ? റൂട്ട് എടുത്താൽ പോരെ? പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 49. എക്സ് മൈനസ് 2 ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 7. അപ്പം ഈ മൈനസ് 2 അപ്പുറത്ത് കൊണ്ടുപോകുമ്പം when x minus 2 is equal to 7, x is equal to 7 plus 2 equals 9. When x minus 2 is equal to minus 7, x is equal to minus 7 plus 2 equals minus 5. നമുക്കിവിടെ 2 വാല്യൂ കിട്ടി. ഒന്ന് പോസിറ്റീവ്, ഒന്ന് നെഗറ്റീവ്. ലെങ്ത് ഓഫ് ദ സൈഡ് നെവർ ബി നെഗറ്റീവ്. സ്ക്വയറിൻ്റെ സൈഡ് ഒരിക്കലും നെഗറ്റീവ് ആകില്ല. അതുകൊണ്ട് നമുക്ക് പോസിറ്റീവ് വാല്യൂ തന്നെ എടുക്കാം. Therefore, length of the side of the original square, ആദ്യം ഉണ്ടായിരുന്നു, of the original square equals 9 meter. മനസ്സിലായോ? Length of the side of the original square equals 9 meter. ഇതാണ് ആദ്യത്തെ ചോദ്യം. ഇനി രണ്ടാമത്തെ ചോദ്യം. There is a 2 meter wide path around a square ground. അപ്പോൾ എന്താണ്? സ്ക്വയർ, ചതുരാകൃതിയിലുള്ള, സമചതുരമാണ്. ചതുരം എന്ന് പറഞ്ഞാൽ സമചതുരമാണ് ഇവിടെ പറയുന്നത്, റെക്റ്റാങ്കിൾ അല്ല. ചതുരാകൃതിയായ ഒരു ഗ്രൗണ്ടിന് ചുറ്റും ഒരു പാതയുണ്ട്, ഒരു പാത്തുണ്ട്. 2 മീറ്റർ ചുറ്റളവിലൊരു പാതയുണ്ട്. ഇതാ ഇങ്ങനെ വരും. 2 മീറ്റർ, ഈ വിഡ്ത്ത് 2 മീറ്റർ ആണ്. അതാ ഈ അകലം 2 മീറ്റർ, ഇവിടെ 2 മീറ്റർ. ആൻഡ് ദ ഏരിയ ഓഫ് ദ ഗ്രൗണ്ട് ആൻഡ് പാത്ത്. ഈ ഗ്രൗണ്ട് ഇതല്ലേ, ഇത് ഗ്രൗണ്ടും പാത്തും കൂടി ചേർത്തിട്ടുള്ള ഏരിയ ആണ് 1225 സ്ക്വയർ മീറ്റർ. വാട്ട് ഇസ് ഏരിയ ഓഫ് ദ ഗ്രൗണ്ടിൻ്റെ മാത്രം ഏരിയ എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഗ്രൗണ്ടിൻ്റെ ഒരു സൈഡ് നമുക്ക് എക്സ് എന്ന് എടുക്കാം. അപ്പോൾ 2 മീറ്റർ കൂട്ടുമ്പോൾ ഇത് എത്ര? ഈ മൊത്തം ഔട്ടർ ലെങ്ത് എത്ര വരും? എക്സ് പ്ലസ് 2 എന്ന് വരും. ഇവിടം തൊട്ട് ഇവിടം വരെ എത്ര? ഈ ലെങ്ത് എത്ര? എക്സ് എന്ന് എടുക്കാം. അപ്പോൾ നമുക്ക് അങ്ങനെ തുടരാം. ചോദ്യം മനസ്സിലല്ലോ? ലെറ്റ് ദ length of one side of square ground be x meter.
therefore area length of the side, length of the side of the ground, square ground, including path കൂടി ചേർത്തിട്ടുള്ള നീളമാണ് x+2. ground including path is x+2. ഇവിടെ x+2 എന്ന് എഴുതാം. x+2 മനസ്സിലായല്ലോ. സ്ക്വയറിൻ്റെ മാത്രം എക്സും 2 മീറ്റർ പാതയും കൂടെ ചേർത്ത് പുറത്തുള്ള സ്ക്വയർ ഗ്രൗണ്ടിൻ്റെ ലെങ്ത് ഒരു സൈഡ് x+2 ആണ്. മനസ്സിലായല്ലോ. എക്സ് ഗ്രൗണ്ട് അകത്ത്, ഗ്രൗണ്ടിന് പുറത്താണ് എന്താണ് പാത്ത്, നടപ്പാത എന്ന് കേട്ടിട്ടുണ്ടല്ലോ. അപ്പം അത് x+2 എന്ന് വരും. അപ്പം നമുക്ക് ഇൻക്ലൂഡിങ് പാത്താണ് ഏരിയ തന്നിട്ടുള്ളത്. നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. ഏരിയ ഓഫ് ഗ്രൗണ്ട് ഇൻക്ലൂഡിങ് പാത്ത് നമുക്ക് എഴുതാം. ഏരിയ ഓഫ് ഗ്രൗണ്ട് including path is 1225. that is x+2 into x+2, side into side, x+2 into x+2 equal 1225. x+2 whole square equals 1225. Therefore, x+2 is equal to plus or minus root of 1225. x+2 is equal to 1225 root എന്ന് പറയുന്നത് 35 ആണ്. Therefore, x+2 is equal to നമുക്ക് രണ്ട് വാല്യൂ കിട്ടും. 35 എന്നും -35 എന്നും കിട്ടും. 35 or x+2 is equal to -35. നമുക്ക് ഈ മൈനസ് വാല്യൂ ആവശ്യമില്ല. സൈഡല്ലേ, സ്ക്വയറിൻ്റെ സൈഡാ. അതെല്ലാം ഗ്രൗണ്ടും ലെങ്തും ഇങ്ങനെയൊക്കെ ഉള്ളതൊന്നും നമ്മൾ നെഗറ്റീവ് പറയാറില്ല. സോ therefore x is equal to 2 അപ്പുറത്തുകൊണ്ട് വരുമ്പോൾ 35 - 2 equals 33. അപ്പം therefore length of the side of the square equals 33 meter. Therefore length of the side of the square ground equals 33 meter. Area side into side. Therefore area equals 33 into 33. എത്ര വരും? 33 into 33. 3 3 is 9, 3 3 is 9, 9 9. എത്ര വരും? 1089, 1089 meter square. അപ്പം ഏരിയ ഓഫ് ദ ഗ്രൗണ്ട് നമുക്ക് അതങ്ങ് എഴുതാം. ഏരിയ ഓഫ് ദ ഗ്രൗണ്ട്, area of the square ground (1089 meter square). മനസ്സിലായി? ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഇത് പല പ്രാവശ്യവും എക്സാമിനേഷന് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ലെസൺ തുടങ്ങുകയും ചെയ്ത് പിന്നെ 2 എക്സസൈസ് ക്വസ്റ്റ്യൻ ചേഞ്ച് ചെയ്യും. ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വരുന്നു. അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്ക് ആയിട്ട് വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ. ഓക്കെ.